ഫാമിലി കോടതിയിൽ OP ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ 3 സ്റ്റേജായിട്ടാണ് പറയുന്നത്. ഒരു ക്ലയൻറ്റ് അഡ്വക്കേറ്റിനെ ഒരു വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് കാണാൻ വരുന്നു. അഡ്വക്കേറ്റിനോട് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. കേട്ടതിന് ശേഷം അഡ്വക്കേറ്റ് അതിനെ ഒരു പെറ്റീഷൻ തയ്യാറാക്കുന്നു. പെറ്റീഷൻ തയ്യാറാക്കി അത് കക്ഷിക്ക് വായിക്കാൻ കൊടുത്ത് കക്ഷി ഓക്കെ പറയുകയാണെങ്കിൽ അത് നമ്മളൊരു പച്ച പേപ്പറിൽ അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നു. അതാണ് ഈ OP പെറ്റീഷൻ എന്ന് പറയുന്നത്. ഇതിൽ കക്ഷിയുടെ സൈൻ നിർബന്ധമാണ്. അതിനുശേഷം അഡ്വക്കേറ്റും ഇതിൽ സൈൻ ചെയ്യുകയാണ് പതിവ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോസ് ലിസ്റ്റ്. കോസ് ലിസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ആ കേസിനോടൊപ്പം നമ്മൾ ഹാജരാക്കുന്ന എല്ലാ രേഖകളും ഈ കോസ് ലിസ്റ്റിനകത്ത് എഴുതി സൂക്ഷിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഈ കേസിനകത്ത് കേസ് ഫയൽ ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തതെന്ന് നമുക്ക് പിന്നെ ഒരു സമയത്ത് അറിയാൻ സാധിക്കും. രണ്ടെന്ന് പറയുന്നത് വക്കാലത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കക്ഷിക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിന് കോടതി റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സൈനിട്ട വക്കാലത്ത് നിർബന്ധമാണ്. മൂന്നെന്ന് പറയുന്നത് അഡ്രസ് മെമ്മോയാണ്. ഇതിൽ വന്നിട്ട് നമ്മൾ വാദിയുടെയും പ്രതിയുടെയും അല്ലെങ്കിൽ ഹർജി കക്ഷിയുടെയും എതിർ കക്ഷിയുടെയും അഡ്രസ്സും പേരും നമ്മൾ എഴുതുന്നു. നാലെന്ന് പറയുന്നത് പ്രോസസ് മെമ്മോ ആണ്. പ്രോസസ് മെമ്മോ എന്ന് പറയുന്നത് നമ്മുടെ ഹർജി കക്ഷി എതിർ കക്ഷിക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ള വിവരം കോടതിക്ക് എതിർ കക്ഷിയെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോസസ് മെമ്മോ. ഇതിനകത്ത് നമ്മൾ പോസ്റ്റ് സ്റ്റാമ്പ്, കവറ് എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, കോടതി നോട്ടീസ് അയക്കുന്നത്. അടുത്ത് വരുന്നതാണ് ജാപ്ത. ജാപ്ത എന്ന് പറയുന്നത് റെക്കോർഡുകളാണ്. നമ്മൾ ഈ കേസിനോടൊപ്പം ഹാജരാക്കുന്ന റെക്കോർഡുകൾ. അത് ആധാർ കാർഡ് ആകാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം, മാരേജ് സർട്ടിഫിക്കറ്റ് ആകാം. എന്തായാലും തന്നെ എല്ലാ ഡോക്യുമെൻറ്റും, അതായത് ഓരോ റെക്കോർഡുകളും സെപ്പറേറ്റ് എന്ത് ചെയ്യണം, വെള്ള പേപ്പറിൽ ഇതുപോലെ കുത്തിക്കെട്ടണം. ഇനി വരുന്നത് ഈ OPയോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, OP പെറ്റീഷൻ്റെ കോപ്പി നിർബന്ധമായും വയ്ക്കണം. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ്. അത് ഈ പേയ്മെൻറ്റും ഈ ഫയലിംഗും ആണ്. ഈ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ കോടതി ഫീസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതാണ് ഈ പേയ്മെൻറ്റ്. ഈ ഫയലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഈ കേസ് ഓൺലൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്ഷനിൽ ഫയൽ ചെയ്യുന്നു. ഫയൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ നമുക്കൊരു OP നമ്പർ കിട്ടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പോസ്റ്റിംഗ് ഡേറ്റ് വരുന്നു. ആ കേസ് നമ്പർ, അതായത് ഈ OP നമ്പർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോടതിയിൽ അടുത്തതായി കേസ് നമ്മൾ ബോധിപ്പിക്കുന്നത്. ഇത്രയാണ് ഒരു OP ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വക്കാലത്തിൽ സിഗ്നേച്ചർ അറ്റസ്റ്റ് നിർബന്ധമായും വേണം. നമ്മുടെ വക്കീല് സൈൻ ചെയ്ത് പോകെ വേറെ ഒരു എൻറോൾ ചെയ്ത ഒരു വക്കീലിനെ കൊണ്ട് ഒരു സിഗ്നേച്ചർ അറ്റസ്റ്റ് ഇടണം. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ OP പെറ്റീഷൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് OP പെറ്റീഷൻ തന്നെയാണ്. ഇതേപോലെ പച്ച പേപ്പറിൽ ഒരു പ്രിൻ്റ് കൂടെ എടുക്കണം. രണ്ടാമതായത് ഒരു കമ്പ്യൂട്ടർ കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ വെള്ള ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ അതിനെന്ത് ചെയ്യണം, ആഡ് ആക്കേണ്ടത് അത്യാവശ്യമായ ഒന്നാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.